എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഊർജമാണ് അശ്വതി. ഒരു കുതിരയുടെ വേഗതയും ഒരു വൈദ്യൻ്റെ കരുതലും ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയും ഒത്തുചേരുന്ന അതിശക്തമായ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. ആകാശത്തെ 360 ഡിഗ്രിയുള്ള ഒരു വൃത്തമായി സങ്കല്പിച്ചാൽ അതിൽ ആദ്യത്തെ 13 ഡിഗ്രി 20 മിനിറ്റ് വരെയാണ് അശ്വതി നക്ഷത്രം നിൽക്കുന്നത്. ഇത് മേടം രാശിയിലാണ് വരുന്നത്. ഒരുപാട് പ്രത്യേകതകളാണ് അശ്വതി നക്ഷത്രക്കാർക്കുള്ളത്. ഒരുപാട് ഭാഗ്യയോഗവും അതുപോലെ തന്നെ കോടീശ്വര യോഗവും സാധ്യതയുള്ള നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. അശ്വതി എന്ന നക്ഷത്രത്തെ നിയന്ത്രിക്കുന്ന ചില പ്രധാന ശക്തികളുണ്ട്. അശ്വതി നക്ഷത്രത്തിൻ്റെ ചിഹ്നം കുതിരയുടെ തലയാണ്. കുതിര എന്തിൻ്റെ അടയാളമാണ്? കുതിര എന്നത് വേഗതയുടെയും ശക്തിയുടെയും അടയാളമായി കാണുന്നു. ഒരിക്കലും അടങ്ങിയിരിക്കാത്ത സ്വഭാവമായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് ഇതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഏത് സമയവും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ സ്വഭാവമാണ് എന്ന് ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അശ്വതി നക്ഷത്രക്കാരുടെ രാശ്യാധിപൻ ചൊവ്വയാണ്. അശ്വതി നിൽക്കുന്നത് മേടം രാശിയിലാണ്. ഇതിൻ്റെ അധിപനാണ് ചൊവ്വ. ചൊവ്വ ഒരു പടത്തലവനെ പോലെയാണ്. ധൈര്യം, പോരാട്ടവീര്യം, എടുത്തുചാട്ടം എന്നിവ ചൊവ്വ നൽകുന്ന ഫലങ്ങളാണ്. അതുപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാരുടെ അതിദേവത അശ്വിനി കുമാരന്മാരായി കണക്കാക്കപ്പെടുന്നു. സൂര്യദേവന്റെ മക്കളായ അശ്വിനി കുമാരന്മാരാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവതകൾ. അവർ ദേവന്മാരുടെ ഡോക്ടർമാരാണ്, അതായത് ദേവന്മാരുടെ വൈദ്യരാണ്. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരുടെ വേദന മാറ്റാനുള്ള ഒരു പ്രത്യേകം കഴിവുണ്ടാകും. അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ കേതുവാണ്. ഇതാണ് ഏറ്റവും വലിയ രഹസ്യം. തുടക്കത്തിൻ്റെ നക്ഷത്രമായ അശ്വതിയെ ഭരിക്കുന്നത് അവസാനിപ്പിക്കലിൻ്റെയും മോക്ഷത്തിൻ്റെയും ഗ്രഹമായ കേതുവാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് കോടീശ്വര യോഗം ഉണ്ടെന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം അവരുടെ വേഗതയാണ്. ഏതൊരു കാര്യത്തിലും മറ്റുള്ളവർ ആലോചിച്ചു തുടങ്ങുമ്പോഴേക്കും അശ്വതിക്കാർ അത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ചൊവ്വ നൽകുന്ന ഊർജവും കുതിരയുടെ കരുത്തും ചേരുമ്പോൾ ഇവർക്ക് മികച്ച സ്റ്റാർട്ടിംഗ് പവർ ലഭിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിലൂടെയാണ് ഇവരുടെ ഭാഗ്യം തെളിയുന്നത്. അശ്വതി നക്ഷത്രത്തിൻ്റെ വലിയ പ്രത്യേകത അതിൻ്റെ അധിപനായ കേതുവാണെന്ന് പറഞ്ഞു. ചൊവ്വ എല്ലാം വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കേതു എല്ലാം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈ രണ്ട് വിരുദ്ധ ധ്രുവങ്ങൾക്കിടയിലാണ് അശ്വതിക്കാരൻ്റെ മനസ്സ്. ഒരു വശത്ത് ഭൗതിക സുഖങ്ങളും മറുഭാഗത്ത് ആത്മീയതയോടുള്ള താല്പര്യവും ഇവരെ അസ്വസ്ഥരാക്കും. ഈ രണ്ട് വശങ്ങളെയും ബാലൻസ് ചെയ്യാൻ പഠിക്കുമ്പോഴാണ് ഇവർക്ക് യഥാർത്ഥ ഐശ്വര്യം ലഭിക്കുന്നത്. ഇനി നമുക്ക് അശ്വതി നക്ഷത്രക്കാരുടെ സ്വഭാവവും കഴിവുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മൂവർ എന്നാണ് അശ്വതി നക്ഷത്രക്കാർ പൊതുവെ അറിയപ്പെടുന്നത്. കാരണം ഏതൊരു പുതിയ കാര്യം തുടങ്ങാനും അശ്വതി നക്ഷത്രക്കാർക്ക് വലിയ താല്പര്യമായിരിക്കും ഉണ്ടാവുക. മറ്റുള്ളവർ ആലോചിച്ച് തീരുമാനമെടുക്കുമ്പോഴേക്കും അശ്വതി നക്ഷത്രക്കാർ അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ മറ്റൊരു എടുത്തു പറയേണ്ട ഗുണമാണ് ഹീലിംഗ് ടച്ച്. ഇവരുടെ പ്രധാന ഗുണമാണിത്. അശ്വതി നക്ഷത്രക്കാർ ഡോക്ടർമാരോ നഴ്സുമാരോ ആണെങ്കിൽ അവർക്ക് നല്ല കൈപുണ്യമുണ്ടാകും. ഇനി അവർ സാധാരണക്കാരാണെങ്കിൽ പോലും അശ്വതി നക്ഷത്രക്കാരുടെ വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ സമയോചിതമായ പെരുമാറ്റം മറ്റുള്ളവരുടെ മാനസിക വിഷമം മാറ്റാൻ സഹായിക്കുന്ന ഘടകങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാരിൽ ഹീലിംഗ് ടച്ച് കൂടുതലായിരിക്കും. അടുത്തതായി ചെറുപ്പം നിലനിർത്തുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ. പ്രായമായാലും ഒരു ചെറു കുട്ടിയുടെ ആവേശവും ചുറുചുറുക്കും അശ്വതി നക്ഷത്രക്കാർക്ക് എന്നും ഉണ്ടാകും.
എല്ലാ അശ്വതി നക്ഷത്രക്കാരും ഒരേപോലെയല്ല. ജനിച്ച പാദമനുസരിച്ച് സ്വഭാവത്തിൽ വ്യത്യാസം വരും. ഒരു നക്ഷത്രത്തെ 4 വിഭജിച്ചതിനെയാണ് പാദങ്ങൾ എന്ന് പറയുന്നത്. 1 പാദം പറയുന്നത് അമിതമായ ധൈര്യവും എടുത്തുചാട്ടവും ഉള്ളവർ. അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവവുമായിരിക്കും ഈ 1 പാദത്തിൽ ജനിച്ചവരാണെങ്കിൽ. 2 പാദമാണെങ്കിൽ ശുക്രന്റെ സ്വാധീനം കൂടുതലായിരിക്കും. കല, സൗന്ദര്യം, ആഡംബരം എന്നിവയിൽ താല്പര്യമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ പണം സമ്പാദിക്കാൻ 2 പാദത്തിൽ ജനിച്ച അശ്വതി നക്ഷത്രക്കാർ മിടുക്കരായിരിക്കും. 3 പാദത്തിലാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജനനമെങ്കിൽ ബുധന്റെ സ്വാധീനമായിരിക്കും കൂടുതൽ. അതിവേഗത്തിലുള്ള ചിന്താശക്തിയും മികച്ച സംസാരശേഷിയും ഇവർക്ക് ഉണ്ടാകും. അശ്വതി നക്ഷത്രം 4 പാദം ചന്ദ്രന്റെ സ്വാധീനമായിരിക്കും കൂടുതൽ. അതുപോലെ തന്നെ വളരെ വികാരധീനരായ ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വലിയ താല്പര്യമായിരിക്കും. ഇത് ഗണ്ഡാന്തം എന്ന സങ്കീർണമായ പാദമായതിനാൽ ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരാം. അതുപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് സമ്പത്തുണ്ടാകാൻ വലിയ സാധ്യതയുണ്ട്. പക്ഷേ അതിനവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വേഗത്തിൽ ഓടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇവർ പല കാര്യങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിക്കും. തുടങ്ങിയ കാര്യം പൂർത്തിയാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് ക്ഷമയുടെ കുറവ് പരിഹരിച്ചേ മതിയാകൂ. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ പറ്റൂ. പണം വേണമെന്ന് ഒരു വശത്ത് തോന്നുമ്പോൾ തന്നെ ഇതൊക്കെ വെറുതെയാണോ എന്നൊരു തോന്നൽ ഉള്ളിൽ കേതു നൽകിക്കൊണ്ടേയിരിക്കും. ഈ 2 വിചാരങ്ങളെയും സന്തുലിതമായി കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു വിജയം കിട്ടുകയുള്ളൂ. അശ്വതി നക്ഷത്രക്കാർ എപ്പോഴാണ് ഏറ്റവും വലിയ വിജയത്തിലെത്തുന്നത് എന്നൊരു ചോദ്യമുണ്ടാകാം. തൻ്റെ വേഗതയെ വിവേകം കൊണ്ട് നിയന്ത്രിക്കുമ്പോഴും തൻ്റെ കഴിവുകൾ മറ്റുള്ളവരെ സേവിക്കാൻ, രോഗശാന്തിക്കോ സഹായത്തിനോ ഉപയോഗിക്കുമ്പോഴും അവർക്ക് ഭാഗ്യം തനിയെ വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ പണം മാത്രമല്ല നിങ്ങളെ തേടിയെത്തുന്നത്, മനസമാധാനവും ഐശ്വര്യവും നിങ്ങളെ തേടിയെത്തും. അതുകൊണ്ട് തന്നെ ആവേശം വളരെയധികം കുറച്ച് സമാധാനത്തോടുകൂടി ക്ഷമയോടുകൂടി മുന്നേറാൻ അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. അശ്വതി നക്ഷത്രം കേവലം ഒരു നക്ഷത്രമല്ല, അതൊരു നിയോഗമാണ്. വേഗതയെ വിവേകം കൊണ്ടും ഊർജത്തെ സേവനം കൊണ്ടും സന്തുലിതമാക്കുന്ന അശ്വതിക്കാരെ തടയാൻ ആർക്കും കഴിയില്ല. അവർ ഈ ലോകത്തിന് വെളിച്ചം നൽകുന്നവരായി മാറും. അശ്വതി നക്ഷത്രക്കാരുടെ പൊതുഫലമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ നക്ഷത്രത്തിനൊപ്പം നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില കൂടി നോക്കിയാൽ മാത്രമേ പൂർണ്ണമായ ഫലം അറിയാൻ സാധിക്കുകയുള്ളൂ. ആകെയുള്ള 27 നക്ഷത്രങ്ങളിൽ 1ാമത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ പങ്കുവയ്ക്കുക. അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.